പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു നോൺ വെജ് റെസിപ്പിയാണ്. പച്ചക്കൊഞ്ച് തീയലാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കിലോ കൊഞ്ചാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലെ ഒരു നൂല് പോലെയുള്ളൊരു സാധനമുണ്ട്, അതൊക്കെ നമുക്ക് വലിച്ച് കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ കൊഞ്ചിലേക്ക് ഞാനൊരു 3-4 കഷ്ണം കുടംപുളി കീറി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കൊഞ്ചിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു കിഴങ്ങാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കിഴങ്ങ് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഒന്ന് നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് നന്നായിട്ട് പഴുത്ത ഒരു തക്കാളിക്ക് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന കൊഞ്ചിലേക്ക് ഇതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. തീയലിനുള്ള തേങ്ങ വറുത്തെടുക്കുക. അതിനായിട്ട് ഞാൻ 1 മുറി തേങ്ങ തിരുമിയത് നമുക്ക് ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ 3-4 ഉള്ളിയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചുമന്ന് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചെറുതീരിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. അപ്പോൾ ചെറുതായിട്ട് ചുമന്ന് വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ഒന്ന് 1/4 വറവായതിന് ശേഷം മാത്രമേ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാവൂ. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് ഗ്യാസ് ഓഫ് ചെയ്തു. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇരുമ്പ് ചീനിച്ചട്ടി ആയതുകൊണ്ട് തന്നെ ചൂട് നന്നായിട്ട് നിൽപ്പുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തേങ്ങ ഒന്ന് ഇളക്കി തണുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കണം. വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അരപ്പെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിന് ഞാൻ മിക്സിയുടെ ജാറ് കഴുകി തന്നെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അരപ്പ് ചേർത്ത് ഇളക്കിയതിന് ശേഷം അടച്ച് വെക്കാം. എന്നിട്ട് ഇത് കറി ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് ചെറുതീയിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കൊഞ്ച് തീയൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.